ഹായ് ഗൈസ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൂസ്റ്റ് കൊണ്ടുള്ള കുലുക്കിയാണ്. ബൂസ്റ്റ് കുലുക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബൂസ്റ്റ് കുലുക്കി. അപ്പോൾ അതിൽ പാല് ചേർത്താണ് ബൂസ്റ്റ് കുലുക്കി ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് പാല് ചേർക്കാതെ ബൂസ്റ്റ് കുലുക്കി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത്, കുലുക്കി സർബത്തിന് ഈ ഗ്ലാസ് അല്ല ഉപയോഗിക്കുന്നത്, നമ്മളിത് ഇന്ന് ഇതിലാണ് കുലുക്കി സർബത്ത് ഉണ്ടാക്കി ഇതിൽ ഒഴിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇതിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു പോണി എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. ഇതിലോട്ട് നന്നാര സർബത്ത് ഞാൻ കുറച്ച് കൂടുതലെന്നത് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നാര സർബത്ത് മധുരത്തിനെല്ലാം കൂടെ നമ്മൾ ഇതാണ് ചേർക്കുന്നത്. ഇതിലോട്ട് രണ്ട് കൂറ് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഐസ് കട്ട ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് കസ്കസ് കുതിർത്ത് വെച്ചതാണ്. എനിക്കൊരു കുതിർത്ത കസ്കസ് ഇതിലോട്ട് ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം നമ്മളൊരു 2 ഗ്ലാസ്സിന് കണക്കാക്കിയാണ് ഒഴിക്കുന്നത്. മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാറി എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടച്ചിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ ഇങ്ങനെയുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇതിൽ പാല് ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ കുലുക്കി ഇത് ബൂസ്റ്റ് സർബത്തിലൊക്കെ പാല് ചേർക്കും. നമ്മൾ പാല് ചേർത്തിട്ടില്ല. ഒന്ന് കുടിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഒറ്റ കുടി തന്നെ ഇത്രയും കുടിച്ചു. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലൊഴിക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിൽ 5 രൂപയ്ക്കുള്ള ബൂസ്റ്റ് 2 വാങ്ങിച്ച് ഐസ് കട്ടയും വെച്ച് ഉണ്ടാക്കാനേ ഉള്ളത്. അപ്പോൾ സൂപ്പർ സാധനം നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.